ശരിക്കും പറഞ്ഞാല് ഞങ്ങളുടെ വീട്ടിലെ ലവ് ലാംഗ്വേജ് ആണ് ഭക്ഷണം. അതായത് ഒരു വഴക്കിട്ട് അമ്മ ഭക്ഷണം തന്ന് പ്രീതിപ്പെടുത്തും. ഫുള്ള് പ്രീതിപ്പെടുത്തൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡിലൂടെയാണ്. ഞാനും നന്നായിട്ട് പാചകം ചെയ്യും. അഭിരാമി ഭയങ്കര നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഭയങ്കര വെറൈറ്റി. സീരിയസ്ലി കൊച്ചിലെ തുടങ്ങി ഭക്ഷണം നന്നായിട്ട് കഴിക്കാനും കഴിക്കുന്ന സാധനങ്ങൾ അതേപോലെ റീക്രിയേറ്റ് ചെയ്യാനും പുതിയ പുതിയ സാധനങ്ങൾ ട്രൈ ചെയ്യാനും ഒക്കെ. ഈവൻ ഇപ്പം പാപ്പു ആണെങ്കിലും ഫുഡിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കില്ല, എവളോടെ ചോദിക്കാം. അബോണ്ട് എനിക്ക് അത് ഉണ്ടാക്കി തരുമോ, ഇത് ഉണ്ടാക്കി തരുമോ, അങ്ങനെ. അപ്പം കൊച്ചിലെ തുടങ്ങി ഫുഡിനോടുള്ള ഒരു നമ്മൾ എവിടെന്നെങ്കിലും ഒക്കെ വരുന്ന സമയത്ത് അഭി ഒരു സ്റ്റീക്ക് ഉണ്ടാക്കിക്കോളൂ, ഒരു ബട്ടർ ഗാർലിക് ടേസ്റ്റിലുള്ള അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തെ ഷെഫിനെ പോലെ ഇരുന്ന് ഉണ്ടാക്കി. വീട്ടിലാർക്കും കഫേ ഉട്ടോപ്പിയ എന്തുകൊണ്ടെന്ന് ഒരു സംശയമില്ല. അമ്മയുടെ അച്ഛനും നല്ല ഭയങ്കര പാചകമൊക്കെ ചെയ്യുന്ന ആളാണ്. അമ്മ അതായത് എനിക്ക് തോന്നുന്നു അമ്മയുടെ സൈഡിൽ നിന്ന് കിട്ടിയ ഒരു സാധനമാണ്. അച്ഛന്റെ സൈഡിൽ നിന്ന് സംഗീതവും ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പാചകവും കിട്ടിയെന്ന് തോന്നുന്നു. അപ്പൊ അവർ രണ്ടുപേർക്കും ട്രിബ്യൂട്ട് കൊടുക്കാത്ത പരിപാടി നടക്കില്ലല്ലോ. എനിക്ക് ഈ ഇപ്പൊ നിങ്ങളുടെ ലവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഞാൻ ലാസ്റ്റ് എനിക്ക് നബിയുടെ ഒരു സ്റ്റോറി ആണോ വ്ലോഗ് ആണോ എനിക്ക് ഓർമ്മയില്ല, അമ്മ ആരോ US നിന്ന് വരുന്നതിന് വീട്ടിലേക്ക് ഇരുന്നാണോ അത്രയും സ്നേഹത്തോടു കൂടിയാണ് ആന്റി എപ്പോഴും കുക്ക് ചെയ്യുന്നതായിട്ട് തോന്നാറുണ്ട്. രണ്ടുപേർക്കും കുക്കിംഗ് ഒരു പാഷനാണ്, ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞ സ്നേഹത്തോടെ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണല്ലോ അല്ലെ. ഇപ്പൊ നമ്മൾ വ്ളോഗിങ്ങിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. എനിക്കൊന്ന് കൊറോണയ്ക്കൊക്കെ മുന്നേ തന്നെ നിങ്ങൾ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നു. അന്ന് ഒരുമിച്ചായിരുന്നു അല്ലെ, അമൃതം ഗമയ ആ ചാനൽ തന്നെയായിരുന്നു. പിന്നീട് അമൃതയ്ക്ക് ചാനലായി, അബിക്കായി, ആന്റിക്കും പാപ്പുനുമായി. അപ്പൊ എന്തുകൊണ്ടാണ് വ്ളോഗിങ് എന്നൊരു രീതിയിലേക്ക് തിരിയാമെന്ന് വിചാരിച്ചത്? അത് ആക്ച്വലി അമൃതേശ് ഇങ്ങനെ ചില ദിവസങ്ങളിൽ പെട്ടെന്ന് ഫോൺ വിളിച്ചിട്ട് അഭി നമുക്ക് ഇത് ചെയ്താലോ എന്ന് ചോദിക്കും. അപ്പൊ അതിലേക്ക് അങ്ങ് ചെയ്യും. ഇതാണ് നമ്മുടെ ഒരു, ഇങ്ങനെയാണ് വ്ളോഗിങ്ങും പിറന്നത് സത്യം പറഞ്ഞ. അപ്പൊ അതുപോലെ ഏതോ ഒരു വർഷത്തിൽ ഏതോ ഒരു സമയത്ത് എന്നെ വിളിച്ചിട്ട് നമുക്ക് വ്ളോഗ് ചെയ്താലോ, പിന്നെ ചെയ്താലോ. അങ്ങനെ ഞങ്ങൾ വ്ളോഗിങ്ങിലേക്ക്. അങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫണ്ടിൽ തുടങ്ങിയ ഒരു സംഭവമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒന്നിച്ച് നമ്മൾക്ക് എപ്പോഴും ഇപ്പൊ പഴയ പോലെ വരാൻ പറ്റാത്തത് കൊണ്ട് എന്നാ പിന്നെ കണ്ടന്റ് നിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരത്തിൻ്റെതായിട്ട് ഇടുന്നു, ഞാൻ എന്റേതായിട്ട് ഇടുന്നു. ഞങ്ങൾ ഒന്നിച്ച് വന്നാൽ ഞങ്ങൾ ഒന്നിച്ചിടുന്നു, അങ്ങനെ. എന്നാലും എനിക്കൊന്ന് കൂട്ടത്തിൽ കുറച്ച് മടിച്ച് അമൃതയാന്ന് തോന്നില്ലേ വ്ളോഗിങ് ഒക്കെ ചെയ്യാൻ? അല്ല ചേച്ചിയാണ് അല്ല അങ്ങനെ വേണേ പറഞ്ഞോട്ടെ, അങ്ങനെയൊക്കെ വിചാരിച്ചോട്ടെ. കുഴപ്പമില്ല. ചേച്ചി ശരിക്കും വരുന്ന അതായത് ഒരു കോണ്ടന്റ് ക്രിയേറ്ററിന്റെ വേണ്ട കുറെ സംഭവങ്ങളുണ്ട്. പ്ലാനിങ് ഇപ്പൊ എന്നെ കുറിച്ച് പറയാനുള്ള ഒരു പറഞ്ഞു ആദ്യം ചേച്ചീനും നമ്മൾ അങ്ങനെയാണ്. എന്റെ എപ്പിസോഡ് മൊത്തം ഇന്ന് അങ്ങനെയാണ്, അങ്ങോട്ടും എപ്പിസോഡ് അതല്ലേ, ഓണം സ്പെഷ്യൽ അല്ലേ. അതെ അതെ, നന്നായിട്ട് ഓണത്തല്ലേ ഇതില്ലല്ലോ നമ്മള് അല്ലേ, ഓണത്തല്ലിലേക്ക് പോയില്ലല്ലോ, ഇതല്ലേ നല്ല ഇത് സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അമൃതയാണ് ഇതിനകത്ത് കൂടുതൽ ഇൻട്രസ്റ്റ് ആന്ന് പറഞ്ഞത്. ഷീ ഈസ് ദാറ്റ് മറ്റേ പ്ലാനിങ്, അത് ഒരു വിഷ്വൽ ബോർഡൊക്കെ ഉണ്ട്. വിഷ്വൽ ബോർഡ് എന്ന് വെച്ചാൽ മറ്റേ CG ബോർഡ് എന്നല്ല, സാധാരണ ഒരു വൈറ്റ് ബോർഡിൽ എല്ലാം എഴുതി അങ്ങനെ പ്രോപ്പർ പ്ലാനിങ് ഉള്ള ആളാണ് ഞാൻ. അങ്ങനത്തെ ആളല്ല, എനിക്കിപ്പോ പെട്ടെന്ന് ഇംപ്രോംപ്റ്റു അതങ്ങ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഈ വ്ളോഗിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ ചിലർ പറയും കുട്ടികൾ, ഇപ്പൊ പാപ്പും ആന്റിയും കൂടെ ചെയ്യുന്നുണ്ടല്ലോ വ്ളോഗ്. അപ്പൊ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഇതിപ്പം നമ്മുടെ കുട്ടികളെ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മൾ ഇല്ല കുട്ടികളുടേതായിട്ടൊരു കാര്യം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചിലപ്പം തോന്നാറുണ്ടോ കുഞ്ഞ് പുറത്ത് പോകുമ്പോൾ ചിലപ്പോൾ എല്ലാവരും തിരിച്ചറിയുമായിരിക്കും അല്ലേ, പാപ്പു അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ അത് കുഞ്ഞിന്റെ ഒരു മാനസികത്തിൽ അവൾ എങ്ങനെയായിരിക്കും അത് എടുക്കുക? ഇപ്പൊ കാരണം ഒരു കുഞ്ഞൊരു സ്റ്റാർഡം വരികയാണ് അതിന്റെ കൂട്ടത്തിൽ അല്ലേ. പാപ്പു ആൻഡ് ഗ്രാൻഡ്മയുടെ തുടക്കം സമയങ്ങളിലാണ്. ഇപ്പൊ പാപ്പു ഒരുപാടധികം വ്ളോഗ്സിൽ വരാറില്ല. ഇപ്പൊ പഠിത്തം, സ്കൂൾ അന്ന് പറഞ്ഞാൽ കുറച്ച് കുഞ്ഞു കുട്ടിയായിരുന്നു. ഇപ്പോ പഠിത്തത്തില് ഒരുപാട് പഠിക്കാനുണ്ട്, 7th ഗ്രേഡിലായി. മാത്രല്ല നമ്മൾ അവളെ ഇങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്ത് ചെയ്യുന്ന പരിപാടികൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അതായത് അന്ന് അവൾക്ക് ഞങ്ങള് ക്യാമറ കൊണ്ട് വരുമ്പോ അവള് സ്വന്തമായിട്ട് വന്ന് ചെയ്യുമായിരുന്നു. നമ്മള് വീട്ടിലിരുന്ന് ഗെയിം കളിക്കുമ്പോ എന്നെയും കൂട്ടണം എന്ന് പിള്ളേര് പറയുന്ന സീനില് അതുപോലെയായിരുന്നു നമ്മൾ വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ. ഷീ വാസ് ഓൾസോ ഇൻട്രസ്റ്റഡ്. ഇപ്പൊ പുള്ളിക്കാരിക്ക് വരാൻ താല്പര്യമുള്ളതിൽ, ഇപ്പൊ എന്റെ വീഡിയോസിലൊക്കെ ചിലതിൽ വരാറുണ്ട്, അവർക്ക് താല്പര്യമുള്ളതിൽ അവള് വരും. പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നുള്ളതൊന്നും ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ല. സോ